എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ത്രില്ലോട് ത്രില്ല്. സംഭവം സ്ഥിരം ക്ലീശകളൊക്കെ സിനിമയിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും സിനിമയുടെ അവസാനത്തിൽ ഒരു ഗംഭീര ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ തരുന്ന ത്രില്ല്, കിക്ക് അതൊക്കെ വേറെ ലെവലാ. കുറെ കാലമായിട്ട് വെറും ദുരിതം മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ നായിക ഒരു ദിവസം ഒരു ഡേറ്റിന് പോകുന്നു. എന്നാൽ ഇവളാണെങ്കിൽ ഒരു വിധവയാണ്, ഇവൾക്കൊരു മകനുണ്ട്. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നായകൻ വരുന്നത്. അങ്ങനെ ഡേറ്റും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് പോകുമ്പോഴാണ് ഇവൾക്കൊരു മെസ്സേജ് വരുന്നത്. തന്നെ അത്രയും മനസ്സിലാക്കി അറിഞ്ഞു വെച്ച് വന്ന നമ്മളുടെ നായകനെ കൊന്നുകളയണം, ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന നായികയുടെ മകനെ ഈ കൊലയാളി കൊല്ലും. ഇതാണ് ആ മെസ്സേജ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ത്രില്ലോട് ത്രില്ല. ബാക്കി എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത് ഇന്നലെ ഇട്ട വീഡിയോ ആണ്. പക്ഷെ ഇതിനകത്ത് ഏകദേശം 10 കോപ്പിറൈറ്റ് ആണ് അടിച്ചത്. സോ ഇന്നലെ ഇട്ട വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെയും റീ എഡിറ്റ് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ ഇടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ കേട്ട് കുറെ ഫോട്ടോസൊക്കെ കുത്തി കയറ്റിയിട്ടാണ് ഈ ഒരു കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ സിനിമയുടെ ക്ലിപ്പ് കുറഞ്ഞു എന്നും പറഞ്ഞിട്ട് എന്നെ തെറി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എനിക്കല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വയലറ്റ് എന്ന നായികനെയാണ്. പുള്ളിക്കാരത്തിയാണെങ്കിൽ അടികൊണ്ട് അവശയായിട്ടുണ്ട്. ഇവളെ അടിച്ചുകൊണ്ടിരിക്കുന്നവൻ വേറെ ആരുമല്ല, ഇവളുടെ ഹസ്ബൻഡ് തന്നെയാണ്. ഇങ്ങേരടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിപ്പോൾ അങ്ങേർക്ക് പോലും അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ പുള്ളിക്കാരൻ ബോറടിക്കുമ്പോൾ ചുമ്മാ ഓരോ കാരണം ഉണ്ടാക്കി വയലറ്റിനെ പിടിച്ച് അടിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഇങ്ങേരുടെ മെയിൻ വിനോദം. പക്ഷെ ഇപ്രാവശ്യം അബ്യൂസിന്റെ അളവ് അങ്ങ് കൂടിപ്പോയി. ഇയാള് ഗണ്ണും പിടിച്ച് കൊല്ലാനാണ് നിൽക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം ഉച്ചിയിൽ കയറി നിൽക്കുന്നുണ്ട് വയലറ്റിന്. നിനക്കെന്താടി എന്നെ കൊല്ലണ? എന്നാ കൊല്ലടി എന്നും പറഞ്ഞ് ഗണ്ണും കൊടുത്ത് സൈക്കോത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഹസ്ബൻഡ്. അവിടെ വെച്ച് പാസ്റ്റ് കട്ടാവുന്നു, നേരെ പ്രസന്റിലോട്ട് വരുന്നു. അങ്ങേരെ വെടി വെച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ പറയാം. ഇപ്പോൾ നമ്മളുടെ വയലറ്റിന്റെ സ്ഥിതി എന്താണെന്ന് അറിയണ്ടേ? എന്തായാലും ഭർത്താവ് കൂടെയില്ല. അത് മാത്രമല്ല പുള്ളിക്കാരത്തി ഒരു തെറാപ്പിസ്റ്റാ. അബ്യൂസ് കിട്ടിയിട്ടുള്ള സ്ത്രീകളെ മെന്റലി നേരെയാക്കലാണ് ഇപ്പോഴത്തെ ഇവളുടെ പ്രധാന പണി. ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും അവളുടെ പഴയകാലം ഒരു ട്രോമയായിട്ട് ഇപ്പോഴും മനസ്സിലുണ്ട്. വീടിൻ്റെ പുറത്തു വന്നിട്ട് ഒരാൾ വാതിൽ മുട്ടിയാൽ മതി, അതടക്കം പേടിയാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾക്കൊരു മെസ്സേജ് വരുന്നത്. അയച്ചിരിക്കുന്നത് സേമ. ഈ സാമുമായിട്ട് ഇന്നൊരു ഡേറ്റിംഗ് ഉണ്ട് കേട്ടാ. ഏകദേശം ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് ഒരാളുമായിട്ടൊരു ഡേറ്റ് വെച്ചിരിക്കുന്നത്. അവളൊന്ന് മൂവ് ഓൺ ആയിട്ട് വരുന്നതേ ഉള്ളൂ. ഒരു ഡേറ്റിംഗ് ആപ്പിൽ പരിചയപ്പെട്ടതാണ് സാമിനെ. പക്ഷെ 3 മാസത്തോളായി ഇവർ നല്ല കമ്പനിയാ. സോ ഇന്നാണ് ഇവരുടെ ആദ്യത്തെ മീറ്റപ്പ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് അങ്ങോട്ടൊരു റിമോട്ട് കാർ വരുന്നത്. അതിൻ്റെ മുകളിലാണെങ്കിൽ ഒരു മെസ്സേജ് ഉണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, നമ്മളുടെ വയലറ്റിനൊരു മകനുണ്ട്. അവനിങ്ങനെ ഒളിച്ചിരിക്കും. എന്നിട്ട് അമ്മയോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് റിമോട്ട് കാറിലൊരു മെസ്സേജ് അയക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ജെന്ന് വരുന്നത്. ഈ ജെന്ന് നമ്മളുടെ വയലറ്റിൻ്റെ സിസ്റ്ററാണ്. ഇവള് വന്നേക്ക് കാണുന്നത് നല്ല കൂറ ഡ്രസ്സ് ഇട്ട് വെക്കുന്ന വയലറ്റിനെയാ. ഇവൾ എത്ര ഒരുങ്ങി വന്നിട്ടും അങ്ങ് മെനയാവുന്നില്ല. അങ്ങനെ ജെന്ന് ഒരു വിധത്തിൽ അവളെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. പക്ഷെ വയലറ്റ് ആണെങ്കിൽ പണ്ടത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര നെർവസാണ്. അതുകൊണ്ട് പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വയലറ്റ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ലോകത്തുള്ള എല്ലാ ആണുങ്ങളും നിന്റെ മുൻ ഭർത്താവിനെ പോലെ ആയിരിക്കില്ല. സോ നീ ചെല്ല്, സാമിനെ കാണ്, ഡിന്നർ കഴിക്ക്. അവൻ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു നോയും പറഞ്ഞിട്ടങ്ങ് പോരെ. അങ്ങനെ ജെന്ന് ധൈര്യം കൊടുത്ത് ഒരു വിധത്തിൽ അവളെ പറഞ്ഞേക്കുന്നുണ്ട്. അങ്ങനെ വയലറ്റ് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അവളുടെ മകൻ ഒരു ചോദ്യം ചോദിക്കുന്നത്. അമ്മേ, സാമിനറിയോ അച്ഛനെക്കുറിച്ച്, നമ്മളുടെ പാസ്റ്റിനെ കുറിച്ച്? ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു കൊച്ചുകുട്ടി അടക്കം തൻ്റെ അമ്മയുടെ ഇന്നത്തെ ഡേറ്റിങ്ങിൽ ഭയങ്കര സപ്പോർട്ടാട്ടാ. അങ്ങനെ വയലറ്റ് ഹോട്ടലിലെത്തി. ഈ മാരക സെറ്റപ്പിലാണ് ഇന്നത്തെ ഡേറ്റിങ്. അതും 38ാമത്തെ ഫ്ലോറിലെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട്. അവിടെ തന്നെ ഒരു ബാറും ഉണ്ട് കേട്ടാ. അങ്ങനെ ഫ്ലോറിലെത്തി. ഇതാണ് ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ്. അങ്ങനെ പേര് പറയുന്നു. റിസർവ് ചെയ്ത ടേബിൾ റിസപ്ഷനിസ്റ്റും കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് സാമിൻ്റെ ഒരു മെസ്സേജ് വരുന്നത്. അവൻ വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്നും പറഞ്ഞിട്ട്. അവൻ മെസ്സേജ് അയക്കുന്ന സമയത്തൊക്കെ അവൾ അത്രയും ഹാപ്പി ആവുന്നുണ്ട് കേട്ടാ. അങ്ങനെ സാമിന് മെസ്സേജ് അയച്ച് ആകാശം ഏതാ ഭൂമി ഏതാന്നൊക്കെ നോക്കാണ്ട് നടന്നിട്ട് ഒരുത്തനെ പോയിട്ട് അങ്ങ് ഇടിക്കുന്നുണ്ട്. അവൾ അപ്പം തന്നെ കുറെ സോറി പറയുന്നു. അങ്ങനെ സാമു വരുന്നത് വരെ വയലറ്റ് എന്തെങ്കിലും കുടിച്ചിട്ടിരിക്കാന്നും വിചാരിച്ച് റെസ്റ്റോറൻറ്റിലെ ബാറിലോട്ട് പോകുന്നു. അവിടുത്തെ ബാർടെൻഡർ ആണെങ്കിൽ നല്ല കിഡിലെ മനുഷ്യനാ. ലെവളുടെ പേരാണ് കേറ. ഇവള് വന്നിട്ട് ഭയങ്കരമായിട്ട് കമ്പനി അടിക്കുന്നുണ്ട്. അത് മാത്രമല്ല വയലറ്റിൻ്റെ ഗെറ്റപ്പ് കണ്ടേക്കാൻ അവൾക്ക് മനസ്സിലായി സംഗതി ഡേറ്റിംഗ് ആണ്. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വയസ്സായിട്ടുള്ള ആൾ അങ്ങോട്ട് വരുന്നത്. ഡയാനയല്ലേ? ഞാനാ റിച്ചാർഡ്. സോറി, ഞാൻ ഡയാനയല്ല. ഓ സോറി, ഞാനേ ഒരു ബ്ലൈൻഡ് ഡേറ്റിലാണ്. കാണാൻ പോകുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ടെൻഷൻ, അതുകൊണ്ടാ. ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളുടെ വയലറ്റ്. ഈ റിച്ചാർഡാണെങ്കിൽ ആകെ വയർത്ത് കുളിക്കുന്നുണ്ട്. വയസ്സാം കാലത്തുള്ള ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ടെൻഷൻ കാണുമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഹോട്ടലിന് കയറിയതിന് ശേഷം റിച്ചാർഡ്, കേറ
ഇവരുടെ പെരുമാറ്റം, ഇതുകൊണ്ടൊക്കെ തന്നെ വൈലറ്റിന് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് കേട്ടാ. ഇതിന്റെ ഇടയിലാണ് അവിടുത്തെ മ്യൂസിക് വായിക്കുന്ന ചെങ്ങായി വൈലറ്റിനെ ഒന്ന് പരിചയപ്പെടുന്നത്. ലെവന്റെ പേരാണ് ഫിൽ. ഇങ്ങേരാണെങ്കിൽ കണ്ട ആൾക്കാരൊക്കെ ആയിട്ട് പോയിട്ട് കമ്പനിയാവും. എൻ്റെ പേര് ഫിൽ, നിങ്ങൾ പറയുന്ന സോങ് ഞാൻ എൻ്റെ പിയാനോയിൽ വായിച്ച് കളിപ്പിക്കാം, എനിക്ക് ടിപ്പ് തന്നാൽ മതി. ഇത് കേട്ടേക്ക് പാട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മളുടെ വൈലറ്റ്. അങ്ങനെ ആ സമയത്താണ് റിച്ചാർഡ് അന്വേഷിക്കുന്ന ഡയാന അങ്ങോട്ടെത്തുന്നത്. ഇത് കണ്ടേക്ക് റിച്ചാർഡാണെങ്കിൽ നെർവസ് ആയിട്ട് ഹഗ്ഗൊക്കെ ചോദിച്ച് വാങ്ങുന്നുണ്ട്. അങ്ങനെ വൈലറ്റ് റിച്ചാർഡിന് ഒരു ഗുഡ് ലക്കും കൊടുത്തിരിക്കുമ്പോഴാണ് ഒരു മെസ്സേജ് വരുന്നത്. അതും ഡിജി ഡ്രോപ്പ് എന്ന് പറയുന്ന ആപ്പിൽ നിന്ന്. ഈ മെസ്സേജിലാണെങ്കിൽ നമുക്കല്പം ഫണ്ണായാലോ എന്നും ചോദിച്ച് ഒരു മീമുണ്ട്. ഇത് കണ്ടേക്ക് എന്ത് തേങ്ങയാണെന്നും വിചാരിച്ച് ഡിക്ലൈൻ അടിക്കുന്നു. എന്നാൽ അതേ ഡിജി ഡ്രോപ്പിൽ നിന്ന് ഒരു 30 സെക്കൻഡിന് ശേഷം പിന്നെയും വരുന്നു അടുത്ത മെസ്സേജ്. ഇത് കണ്ടേക്ക് ഇവള് ചുറ്റും നോക്കുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള സകലമാന ആൾക്കാരുടെ കയ്യിലും ഫോണുണ്ട് കേട്ടാ. ഒരു പ്രാവശ്യം വന്നു, അത്ര കാര്യമാക്കിയില്ല. പിന്നെയും വരുമ്പോൾ ഡൗട്ട് കാണുമല്ലോ. എന്നാൽ അപ്പോഴാണ് അങ്ങോട്ട് അത്രയും നേരം കാത്തിരുന്ന സാം വരുന്നത്. ഇത് കണ്ടേക്ക് ഇവളാണെങ്കിൽ ഭയങ്കര ഹാപ്പി. പിന്നെ ആരോർക്കാനാ മെസ്സേജിനെ കുറിച്ചൊക്കെ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഇവരുടെ ടേബിളിലോട്ട് പോകുന്നു. അവിടെ ഇരുന്ന ഈ ഒരു സിറ്റി മൊത്തം കാണാം. നല്ല ഭംഗിയുണ്ട് കേട്ടാ ഇതൊക്കെ കാണാൻ. പക്ഷെ ഇതൊന്നുമല്ല ഇവിടുത്തെ രസം. ഇവർക്ക് 2 പേർക്കും നല്ല സ്റ്റാർട്ടിങ് ട്രബിള്. ആദ്യമായിട്ട് കാണുകയാണല്ലോ, സോ ട്രബിൾ ഇല്ലാണ്ടിരിക്കുമല്ലോ. നമ്മളുടെ സാം ഒരു ഫോട്ടോഗ്രാഫറാണ് കേട്ടാ. അതും മേയറിൻ്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. സാം, ഞാൻ ഈ ഫോൺ ടേബിളിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടാ. എൻ്റെ മകൻ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ മെസ്സേജ് അയക്കും, അതാ. ഏയ് അതൊന്നും കുഴപ്പമില്ല. ബൈ ദ വേ, നിൻ്റെ മകനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ഹോക്കിയുടെ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും ഈ ഒരു ഗിഫ്റ്റൊക്കെ കണ്ടിട്ട് വൈലറ്റ് നല്ല ഹാപ്പിയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ റെസ്റ്റോറൻറ്റിൽ ഇന്ന് ജോയിൻ ചെയ്തൊരു വെയിറ്റർ അങ്ങോട്ട് വരുന്നത്. അതും ഓർഡർ എടുക്കാനായിട്ട്. ഇങ്ങരുടെ പേരാണ് മാറ്റ്. ഈ മാറ്റാണെങ്കിൽ ഓവർ എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തോവറാ. ഇവൻ്റെ ഓവറാക്കൽ കണ്ടാൽ തന്നെ നമുക്ക് ഡൗട്ട് അടിക്കും മറ്റേ മെസ്സേജുകളൊക്കെ അയക്കുന്ന ഇവനാണോ എന്ന്. അങ്ങനെ മാറ്റ് വരുന്നു, ഇവരുമായിട്ട് ഭയങ്കര കമ്പനിയാവുന്നു. ശേഷം തൽക്കാലത്തിന് ഡ്രിങ്ക്സ് മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് മാറ്റ്. അപ്പോഴാണ് അടുത്ത മെസ്സേജ് വരുന്നത്. ഞാൻ അയക്കുന്ന മെസ്സേജുകളൊന്നും ഇഗ്നോർ ചെയ്യരുതെന്നും പറഞ്ഞിട്ടാണ് ഇപ്രാവശ്യത്തെ മെസ്സേജ്. പക്ഷെ ആരാണോ ഇത് അയക്കുന്നത് അവരിതെല്ലാം ചെയ്യുന്നത് മീംസ് വെച്ചിട്ടാണ്. എന്തൊക്കെയാണേലും നമ്മളുടെ വൈലറ്റിന് ചെറുതായിട്ടൊക്കെ ഒരു പേടിയൊക്കെ വരുന്നുണ്ട്. തൻ്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്? അല്ല, കുറേ നേരെയായിട്ട് ഇമാതിരി മീംസൊക്കെ വന്നുകൊണ്ടിരിക്കുകയെ. ഇത് കാര്യമാക്കണ്ട, നമ്മളുടെ എയർ ഡ്രോപ്പ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ഐറ്റാണ് ഈ ഡിജി ഡ്രോപ്പ്. ഇമാതിരി പരിപാടികളൊക്കെ ഇടയ്ക്ക് ട്രെയിനിൽ ഇരിക്കുമ്പോൾ എനിക്കും കിട്ടാറുണ്ട്. മൈൻഡ് ആക്കണ്ടെന്നേ, വല്ല തലതെറിച്ച പിള്ളേരായിരിക്കും. സാം, ട്രെയിനിൽ വെച്ച് പിള്ളേർ പറ്റിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത്രയും റിച്ച് ആയിട്ടുള്ളൊരു സ്ഥലത്തിരുന്നിട്ട് അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർ ചുറ്റും ഒന്ന് നോക്കുന്നുണ്ട്. എന്നാൽ അവിടെയാണെങ്കിൽ സംശയമൊക്കെ തക്ക ഒന്നുമില്ല. ഇവരെ പോലെ തന്നെ കുറേ കപ്പിൾസ് ഉണ്ട്. അപ്പോഴാണ് റിച്ചാർഡിനെ കാണിക്കുന്നത്. പുള്ളിക്കാരനിരുന്ന് വയർത്ത് കുളിച്ചുകൊണ്ടിരിക്കുക. ആ പെണ്ണും പിള്ളയുടെ പെരുമാറ്റം കണ്ടാലറിയാം ഇതൊരു നടക്ക് പോകൂലെന്ന്. എന്തായാലും അങ്ങേരുടെ അവസ്ഥ കണ്ടിട്ട് പാവം തോന്നുന്നുണ്ട് നമ്മളുടെ വൈലറ്റിന്. അപ്പോഴാണ് കുറച്ച് പിള്ളേരെ കാണിക്കുന്നത്. ഇത് കണ്ടേക്ക് അവരായിരിക്കാൻ ചാൻസ് ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സാം. പക്ഷെ അവരാണെങ്കിൽ ഭയങ്കര ബിസി, സോ അവരാവാനും ചാൻസ് ഇല്ല. അപ്പോഴാണ് അടുത്ത മെസ്സേജ് വരുന്നത്. പക്ഷേ ഈ മെസ്സേജ് അവർ കാര്യമാക്കുന്നില്ല. നോക്കുമ്പോണ്ട് പിന്നെയും മെസ്സേജ്. ഇവർ ഇത്രയും നേരമായിട്ട് മനസ്സ് തുറന്നിട്ടൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇവൾക്കാണെങ്കിൽ ഓരോ മെസ്സേജ് വരുമ്പോഴും അത് നോക്കിയേ പറ്റുള്ളൂ. കാരണം ജെന്നിന്റെ മെസ്സേജ് എപ്പോൾ വേണേലും ഉണ്ടാവും. കാരണം അവളുടെ അടുത്താണല്ലോ മകനിരിക്കുന്നത്. അങ്ങനെ ജെന്ന് മെസ്സേജ് അയക്കുന്നു. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ഡിജി ഡ്രോപ്പ് വരുന്നത്. അതും വൈലറ്റ് എന്ന പേരോടുകൂടെ. ഇത് കണ്ടേക്ക് വൈലറ്റ് ആണെങ്കിൽ പതറാൻ തുടങ്ങുന്നുണ്ട്. കാരണം അവളുടെ പേര് ആരാണോ മെസ്സേജ് അയക്കുന്നത് അവർക്കറിയാം. ഇക്കാര്യം സാമിനോട് പറയുന്നുണ്ട് കേട്ടാ. സാം അപ്പം തന്നെ ഡിജി ഡ്രോപ്പ് ആപ്പ് എടുക്കുന്നു, എന്നിട്ട് ചെക്ക് ചെയ്യുന്നു. ഇതിനകത്ത് 50 ഫീറ്റിനകത്തുള്ള ഫോണുകളുടെ ഉടമകളെ തിരിച്ചറിയാൻ പറ്റും. അവരുടെ ഫോട്ടോ സഹിതമുണ്ടാവും. സോ അതെല്ലാം ചെക്ക് ചെയ്യുന്നു. അതിനകത്ത് ഒരാൾക്ക് മാത്രം ഫോട്ടോ ഇല്ല. സോ അങ്ങേരാണ് ഇവർക്ക് മെസ്സേജ് അയക്കുന്നത്. അതും 50 ഫീറ്റിനകത്ത് നിന്നിട്ട്. 50 ഫീറ്റിന് മുകളിലോട്ട് പോയാൽ മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റില്ല. സോ മെസ്സേജ് അയക്കുന്നവൻ അടുത്ത് തന്നെയുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് ഫോട്ടോസ് ഉള്ള ആൾക്കാരൊക്കെ ആ റെസ്റ്റോറൻറ്റിലുണ്ട്. പക്ഷെ അതിനു പുറമെ ഫോട്ടോ ഇല്ലാത്തൊരാള്. സോ ആരും സംശയിക്കാൻ പറ്റില്ല. കാരണം കാണിക്കുന്ന മുഖങ്ങളൊക്കെ റെസ്റ്റോറൻറ്റിലും ഉണ്ട്. ഇതൊക്കെ കണ്ട സാം അവന്റെ ഫോൺ എടുക്കുന്നു. 50 ഫീറ്റ് റേഡിയസ് ഒക്കെ അളന്നു നോക്കുന്നു. റെസ്റ്റോറൻറ്റിലോട്ട് വന്ന ലോബി, അതായത് മറ്റേ റിസപ്ഷനിസ്റ്റ് ഇരുന്നിരുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് ഔട്ട് ഓഫ് റേഞ്ചാ. അതേപോലെ തന്നെ കിച്ചണും. ബാക്കിയെല്ലാം 50 ഫീറ്റിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ അവൻ വൈലറ്റിനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് അടുത്ത മീമ് വരുന്നത്. എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാറ്റ് അങ്ങോട്ട് വരുന്നത് ഓർഡർ എടുക്കാനായിട്ട്. എന്നാൽ അപ്പോഴും വരുന്നുണ്ട് കേട്ടാ അടുത്ത മെസ്സേജ്. പക്ഷെ ഇപ്രാവശ്യം മീമല്ല, ഒരു മെസ്സേജാ. ഇവളാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചിട്ട് ഡിക്ലൈൻ അടിക്കാണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. നോക്കുമ്പോണ്ട് ഒരു മെസ്സേജ്. അവളുടെ വീട്ടിലുള്ള സെക്യൂരിറ്റി ക്യാമറാസൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്. ഇത് കണ്ടേക്ക് ലെവലാണെങ്കിൽ അപ്പം തന്നെ ക്യാമറാസൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്.
നോക്കുമ്പോ മകനും ജാനും റൂമിലുണ്ട്. എന്നാ ഹോളിനകത്ത് അതാ മാസ്കും വെച്ച് സൈലൻസർ ഘടിപ്പിച്ച ഗണ്ണുമായിട്ട് ഒരു കൊലയാളി. ഇത് കണ്ടേക്ക് വൈലറ്റ് ആണെങ്കിൽ അങ്ങ് പാനിക് ആവാൻ തുടങ്ങുന്നുണ്ട്. എന്താ കാര്യം എന്നൊക്കെ കുറെ ചോദിക്കുന്നുണ്ട് സാം. അപ്പോഴാണ് അടുത്ത മെസ്സേജ്, വാ തുറക്കരുതെന്നും പറഞ്ഞിട്ട്. സോ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. വാ തുറന്നാ തന്റെ മകന്റെ കാര്യം പോക്കാം. സോ ഇവള് വേഗം തന്നെ ഒന്നിനും ഉത്തരം കൊടുക്കാണ്ട് നേരെ ബാത്റൂമിലോട്ട് പോകുന്ന വഴിക്ക് പോലീസിനെ വിളിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടാ. എന്നാൽ അപ്പോഴാണ് അടുത്ത മെസ്സേജ് വരുന്നത്, ഈ ഫോൺ ഞാൻ ക്ലോൺ ചെയ്തിരിക്കുക. സോ നീ അതിനകത്ത് എന്ത് ചെയ്താലും ഞാൻ അറിയും. പോലീസിനെ വിളിക്കുക, റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തു പോവുക, ആരോടേലും പറയുക, അങ്ങനെ എന്തേലും കണ്ണന്തിരിവ് കാണിച്ചാ നിന്റെ മകൻ കൊല്ലപ്പെടും. ഇതൊക്കെ കണ്ട് പാനിക്കായിട്ട് എന്ത് ചെയ്യണോന്നറിയാണ്ട് ബാത്റൂമിലോട്ട് പൊക്കോണ്ടിരിക്കുക. പെട്ടെന്നാണ് നേരത്തെ കൂട്ടിയിടിച്ചവനുമായിട്ട് പിന്നെ ഇടിക്കുന്നത്. നമ്മളെപ്പോൾ നോക്കിയാലും കൂട്ടിയിടിക്കുകയാണല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവൾക്കുണ്ടാ പറയാൻ പറ്റുക. സോ നേരെ ബാത്റൂമിലോട്ട് പോകുന്നു. എന്തായാലും ആരാണോ ഇവളെ വാച്ച് ചെയ്യുന്നത് അവർക്ക് ലേഡീസ് ബാത്റൂമിൽ കയറിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അങ്ങോട്ട് വരുന്ന കുറച്ച് ഗേൾസിനോട് വൈലറ്റ് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടാ. അപ്പോഴാണ് അടുത്ത മെസ്സേജ് വരുന്നത്, നീ എന്ത് പറഞ്ഞാലും എനിക്കത് കേൾക്കാൻ പറ്റും. സോ ഇവൾ അപ്പം തന്നെ വിഷയം മാറ്റുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ ഐലൈനർ ഒന്ന് വേണം. ഇത് കേട്ടേക്ക് ഇവരാണെങ്കിൽ എന്ത് തേങ്ങയെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്. വൈലറ്റ് പാനിക്കായിട്ട് ഐലൈനർ പിടിച്ചു വാങ്ങുന്നു, കയ്യിൽ എഴുതാൻ ശ്രമിക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് ആ സാമാനത്തിന്റെ മൊന അങ്ങ് പൊട്ടുന്നത്. പക്ഷെ എന്നാലും എങ്ങനെയൊക്കെയോ എഴുതുന്നുണ്ട് പോലീസിനെ വിളിക്കാൻ പറഞ്ഞിട്ട്. കോൾ പോലീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ ഗേൾസിനാണെങ്കിൽ മര്യാദക്ക് അങ്ങോട്ട് വായിക്കാൻ പറ്റുന്നില്ല. ആദ്യത്തെ 2 അക്ഷരമാണ് ആകെ കൂടെ വായിക്കാൻ പറ്റുന്നത്. അതും ഒടുക്കത്തെ സൗണ്ടിലാണ് കേട്ടോ വായിക്കുന്നത്. ഇത് കണ്ടേക്ക് വൈലറ്റ് ആണെങ്കിൽ മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. കാരണം എന്താണെന്നറിയാലോ, ഗേൾസ് ആണെങ്കിൽ ഇവൾക്ക് ഭ്രാന്താണെന്ന് വിചാരിച്ച് പുറത്തു പോകുന്നു. അപ്പോഴാണ് നമ്മളുടെ വൈലറ്റ് ഒരു കാര്യം കണ്ടെത്തുന്നത്. ആ ബാത്റൂമിനകത്ത് ഒരു ബഗ് വെച്ചിട്ടുണ്ട്. ഇവിടെ ബഗ് ഉണ്ടെങ്കിൽ വേറെ എവിടെയൊക്കെ കാണണം. സോ വൈലറ്റ് ഇനി എന്ത് പറഞ്ഞാലും ശരി, അത് സൂക്ഷിച്ചുകൊണ്ടായില്ലെങ്കിൽ 8ന്റെ അല്ല 16ന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. അങ്ങനെ ഇവള് നേരെ സാമിന്റെ അടുത്തോട്ട് തന്നെ തിരിച്ചു പോകുന്നു. വൈലറ്റ് എന്തുപറ്റി, നീ ഓക്കെ അല്ലേ? ഇത് കേട്ടേക്ക് വൈലറ്റ് പല നുണകളും പറഞ്ഞൊഴിവാകുന്നു. അങ്ങനെ വൈലറ്റ് അങ്ങോട്ടൊരു മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങൾ ആരാന്നും ചോദിച്ചിട്ട്. ഞാൻ ചിലപ്പോൾ നിന്റെ വെയിറ്റർ ആവാം, നിന്റെ പിന്നിലിരിക്കുന്ന ആളാവാം, ഇപ്പുറത്തിരിക്കുന്ന ആളാവാം, ആരും ആവാം. ഇത് കേട്ടേക്ക് ഓരോരുത്തരെയും സൂക്ഷിച്ച് നോക്കാൻ തുടങ്ങുന്നുണ്ട് നമ്മളുടെ വൈലറ്റ്. വൈലറ്റ്, നിനക്ക് പിന്നെ മെസ്സേജ് വരുന്നുണ്ടല്ലേ, അല്ലാണ്ട് നീ എന്തിനാ ഇങ്ങനെ ചുറ്റും നോക്കുന്നത്? എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ പറ, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഇത് കേട്ടേക്ക് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അവള്. മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, ഇവൻ ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ് ബഗ് എന്നാ. അങ്ങനെ വൈലറ്റ് നൈസായിട്ടൊരു ബുദ്ധി യൂസ് ചെയ്യുന്നു. സാം, എനിക്ക് ഹൈറ്റൊക്കെ ഭയങ്കര പേടിയാണ്. സോ ഈ വ്യൂയുടെ അടുത്തുനിന്ന് വേറെ ഏതെങ്കിലും ടേബിളിലോട്ട് മാറിയാലോ? ഇത് കേട്ടേക്ക് സാം മാറ്റിനോട് പറയുന്നു. മാറ്റ് വേറെ ടേബിൾ സെറ്റാക്കുന്നു. അങ്ങനെ അങ്ങോട്ട് മാറാനിരിക്കുമ്പോഴാണ് അടുത്ത മെസ്സേജ് വരുന്നത്, നീ എങ്ങാനും ടേബിൾ മാറിയാ അടുത്ത 1 മിനിറ്റിനുള്ളിൽ നിന്റെ മകൻ കൊല്ലപ്പെടും. ഇതൊക്കെ കേട്ടാ പിന്നെ മാറാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്തിനാ വേറെ ടേബിള്? പേടിയൊക്കെ മാറണമെങ്കിൽ അവിടെ തന്നെ ഇരിക്കണ്ടേ? സോ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ഇതൊക്കെ കേട്ടിട്ട് മാറ്റാണെങ്കിൽ ഈ പെണ്ണുമ്പിള്ളക്ക് എന്താ പ്രാന്താന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല, ഇവളുടെ ഒരു പെരുമാറ്റമൊക്കെ കണ്ടിട്ട് സാമിനും എന്തൊക്കെയോ ആവുന്നുണ്ട്. അപ്പോഴാണ് അടുത്ത മെസ്സേജ്, നല്ല ചിരിച്ച മുഖത്തിലിരുന്നോ, നിന്റെ കൂടെയുള്ളവനെങ്ങാനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയാ നിന്റെ മകൻ കൊല്ലപ്പെടും. സോ കറണ്ട് പോയ വീട്ടിൽ കറണ്ട് വന്ന പോലെ നല്ല ഉഗ്രൻ ചിരിയോടുകൂടെ വൈലറ്റ് അങ്ങ് ഇരിക്കുന്നുണ്ട്. എന്താ ഇപ്പോൾ വെളിച്ചം ആ മുഖത്ത്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റിസപ്ഷനിസ്റ്റ് വരുന്നത്. സർ, ടേബിളിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇല്ല, ഞങ്ങൾ ഓക്കെയാണ്. ഞാനും വിചാരിച്ചു നിങ്ങൾ അത്രയും റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ ടേബിൾ തന്നെ ഒപ്പിച്ചത്. ഇത് കേട്ടേക്ക് സാം ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം അവൻ ജസ്റ്റ് വ്യൂ ഉള്ള ടേബിൾ വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു ടേബിളിന് വേണ്ടിയിട്ട് വിളിച്ചതും അതേപോലെ തന്നെ റിക്വസ്റ്റ് ചെയ്തതും അവൻക്ക് ഓർമ്മയില്ല. സോ അവൻക്കൊരു ഡൗട്ട്, അവർ കയറിയിരിക്കുന്നത് മറ്റാരോ റിസർവ് ചെയ്ത ടേബിളിലാണെന്നും അതിന്റെ ഭ്രാന്തിൽ അവരൊപ്പിക്കുന്ന പരിപാടികളാണ് ഡിജി ഡ്രോപ്പ് എന്നൊക്കെ. അങ്ങനെ അതെല്ലാം മറന്ന് ഫുഡിന് ഓർഡർ കൊടുക്കുന്നു. പക്ഷെ ഓർഡർ ചെയ്യുന്ന സമയത്തും മെനുവിന്റെ ഇടയിൽ ഫോണും വെച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് വൈലറ്റ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അവന്റെ ക്യാമറയിൽ ഒരു SD കാർഡ് ഉണ്ട്, അതെടുക്കണം. അങ്ങനെ അതെടുക്കാനായിട്ട് വൈലറ്റ് ഒരു പരിപാടി ഒപ്പിക്കുന്നുണ്ട്. അവൾ നൈസായിട്ട് അവളുടെ വാച്ച് വരുന്നു, ബാഗിലിടുന്നു. അതും സാം കാണാണ്ട്. അയ്യോ സാം, എൻ്റെ വാച്ച് കാണാനില്ല, എൻ്റെ അമ്മ എനിക്ക് തന്നതാ മരിക്കുന്നതിന് മുമ്പ്. ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ധരിച്ചിരുന്നു എന്നേ. സോ ഇവിടെ എവിടെയെങ്കിലും കാണണം. നീ ആ ലോബിയിൽ പോയിട്ടൊന്ന് നോക്കൂ, ഞാൻ ഇവിടെ നോക്കാം. ഇത് കേട്ടേക്ക് ഓക്കെ എന്നും പറഞ്ഞ് സാം നേരെ ലോബിയിലോട്ട് പോകുന്നു. ആ ഒരു തക്കം നോക്കി സാമിൻ്റെ ബാഗിൽ നിന്ന് ക്യാമറ എടുക്കുന്നു, ചെക്ക് ചെയ്യുന്നു. നോക്കുമ്പോൾ അതിനകത്ത് മേയറിൻ്റെ കുറേ ഫോട്ടോസും പിന്നെ കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഫയൽസും ഉണ്ട്. ഈ ഫോട്ടോസിന് വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് അയക്കുന്നവൻ ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഈ ഫയൽസ് എന്താണെന്നൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല കേട്ടാ. അങ്ങനെ സാം തിരിച്ചെത്താനായി. അപ്പോഴേക്കും SD കാർഡ് എടുക്കുന്നു, നല്ല കുട്ടിയായിട്ട് ടേബിളിലിരിക്കുന്നു. അപ്പോഴാണ് അടുത്ത മെസ്സേജ്, ബാത്റൂമിലോട്ട് വരാൻ പറഞ്ഞിട്ട്. ഇത് കണ്ടേക്ക് ഞാൻ ബാത്റൂമിൽ വാച്ച് വെച്ചിട്ടുണ്ടാവുമെന്നും പറഞ്ഞ് നേരെ ബാത്റൂമിലോട്ട് പോകുന്നു.
ഇതൊക്കെ കണ്ടിട്ട് സാമിനാണെങ്കിൽ ഭയങ്കരമായിട്ട് മൂഡ് പോകുന്നുണ്ട്. കുറേ നേരമായിട്ട് ഇങ്ങനത്തെ ഓരോന്നാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വൈലറ്റ് ബാത്റൂമിലെത്തി. എന്നിട്ട് ബഗ്ഗിരിക്കുന്ന സൈഡിൽ പോയിട്ട് വർത്താനം പറയുന്നു. SD കാർഡ് എടുത്തു. ഇനി എന്താ? അതില്ലാണ്ടാക്കി ഫ്ലഷ് ചെയ്യാൻ നോക്ക്. ഇത് കണ്ടേക്കാ SD കാർഡ് ഇല്ലാണ്ടാക്കുന്നു, ഫ്ലഷ് ചെയ്യുന്നു. നീ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു. ഇനി എൻ്റെ മകനെ വെറുതെ വിടണം. അതിനാര് പറഞ്ഞു പണി കഴിഞ്ഞൂന്ന്? നിന്റെ തൊട്ടടുത്തുള്ള ടവൽ ഡിസ്പെൻസർ തുറക്ക്. അതിനകത്തൊരു സാധനമുണ്ട്. ഇവളത് തുറന്ന് നോക്കുമ്പോണ്ട് പോയ്സൺ. അപ്പോഴാണ് അടുത്ത മെസ്സേജ്. ആ സാമിന്റെ ഡ്രിങ്ക്സിൽ ഇത് കലർത്തി അവനെ കൊല്ലാൻ നോക്ക്. ഇത് കണ്ടേക്ക് പുള്ളിക്കാരത്തി അങ്ങ് കയ്യിന്ന് പോകുന്നുണ്ട്. ഒരാളെ കൊല്ലാന്നൊക്കെ പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. ഞാനത് ചെയ്യില്ല. നീ ചെയ്യും. ആദ്യമായിട്ടൊന്നല്ലല്ലോ നീ ഒരാളെ കൊല്ലാൻ പോകുന്നത്, പണ്ടും കൊന്നിട്ടുണ്ടല്ലോ. ഇത് കേട്ടേക്ക് വൈലറ്റ് ആണെങ്കിൽ ആകെ കയ്യിന്ന് പോകുന്നുണ്ട്. കാരണം പാസ്റ്റിനെ കുറിച്ചാണ് മെസ്സേജ് അയക്കുന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വൈലറ്റ് വല്ലാത്തൊരവസ്ഥയിലാണ് ബാത്റൂമിൽ നിന്ന് പുറത്തു വരുന്നത്. പക്ഷെ അവള് നേരെ പോകുന്നത് ലോബിയിലോട്ടാണ്. ലോബി എന്തായാലും 50 ഫീറ്റിനപ്പുറത്താണ്. സോ അങ്ങേർക്ക് മെസ്സേജ് അയക്കാൻ പറ്റില്ല. അങ്ങനെ വൈലറ്റ് റിസപ്ഷനിസ്റ്റിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അതെ, ഞങ്ങളുടെ ടേബിൾ മറ്റാരെങ്കിലും റിസർവ് ചെയ്തിരുന്നോ? ഇത് കേട്ടേക്കില്ലാന്നും പറഞ്ഞ് പുള്ളിക്കാരത്തി പോകുന്നു. ആ സമയത്താണ് അവിടുത്തെ ടെലിഫോൺ എടുക്കുന്നത്. മൊബൈൽ യൂസ് ചെയ്താ മെസ്സേജ് അയക്കുന്നവൻ എന്തായാലും കണ്ടുപിടിക്കും. ക്ലോൺ ചെയ്തിട്ടുണ്ടല്ലോ. സോ ലാൻഡ് ലൈൻ ആണ് സേഫ്. അങ്ങനെ പോലീസിനെ വിളിക്കാനിരിക്കുമ്പോഴാണ് ലൈൻ ഓടിക്കനെ അങ്ങ് കട്ട് ചെയ്യുന്നത്. ഇവള് പിന്നെ ഒന്നും നോക്കിയില്ല. ഹെൽപ്പൊക്കെ ചോദിക്കുന്ന ഒരു സൈറ്റ് ഉണ്ട്. സോ റിസപ്ഷനീത്തെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു, സൈറ്റിൽ മെസ്സേജ് അയക്കുന്നു. എന്ന കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പാണ് മെസ്സേജ് അയക്കുന്നവൻ അങ്ങ് റേഞ്ചിലോട്ട് വരുന്നത്. ഞാനായിരുന്നെങ്കിൽ ഇത് ചെയ്യില്ല. ഇത് കണ്ടേക്ക് അവൾ അപ്പം തന്നെ സൈറ്റൊക്കെ ക്ലോസ് ചെയ്യുന്നുണ്ട്. 50 ഫീറ്റിനകത്ത് ഉണ്ടായാൽ മാത്രമാണ് മെസ്സേജ് പോവുള്ളൂ. സോ അങ്ങേര് ലോബിയുടെ അടുത്ത് എവിടെയോ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾ ക്യാമറ ചെക്ക് ചെയ്യുന്നു. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. സംഭവം വേറൊന്നുമില്ല, 2 പ്രാവശ്യം കൂട്ടിയിടിച്ചവനുണ്ടല്ലോ, ഇവൻ ഫോണും തോണ്ടി ലോബിയുടെ തൊട്ടടുത്തുള്ള സോഫയിൽ ഇരിക്കുന്നുണ്ട്. എപ്പോഴൊക്കെ കൂട്ടിയിടിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ ചെങ്ങായിയുടെ കയ്യിൽ ഫോണും ഉണ്ട്. അത് മാത്രമല്ല, ഈ ലോബിയുടെ അകത്തുള്ള ക്യാമറാസ് വഴിയായിരിക്കണം ഇപ്പം ലെവൻ വൈലറ്റിനെ വാച്ച് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ വൈലറ്റ് അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് ലെവൻ്റെ അടുത്തോട്ട്. താൻ കുറേ നേരമായല്ലോ ഇവിടെ തന്നെ? അതെ, കുറേ നേരമായിട്ട് ഇവിടെ തന്നെയുണ്ട്. എൻ്റെ സിസ്റ്റർ വരാമെന്ന് പറഞ്ഞിരുന്നേ, അതാ. ഇതൊക്കെ കേട്ടിട്ട് വൈലറ്റ് ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുന്നുണ്ട്. അതെ, തനിക്ക് എന്താ പ്രശ്നം? താനിവിടെ ഡേറ്റിന് വന്നതല്ലേ? എന്നാൽ നേരെ അങ്ങോട്ട് പോകാൻ നോക്ക്. വെറുതെ മനുഷ്യനെ മെനക്കെടുത്തല്ലേ. ഇത് കേട്ടേക്ക് വൈലറ്റ് തൽക്കാലത്തിന് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോഴാണ് അടുത്ത മെസ്സേജ്. ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യരുതെന്നും പറഞ്ഞിട്ട്. എന്നാൽ അപ്പോഴും അങ്ങേരുടെ കയ്യിൽ ഫോണുണ്ട് കേട്ടാ. അങ്ങനെ ഈ സമയത്താണ് അടുത്ത പ്രശ്നം അങ്ങ് സ്റ്റാർട്ടാവുന്നത്. ഇവളുടെ ഈ തിരക്കൊക്കെ കണ്ടിട്ട് സാം വിചാരിക്കുന്നത് അവളുടെ മകനിക്ക് ഇപ്പോൾ വൈലറ്റിന് ആവശ്യമുണ്ടെന്നാ. സോ പുള്ളിക്കാരൻ ഡേറ്റൊക്കെ മതിയാക്കി അവിടുന്ന് പോകുന്നുണ്ട്, പിന്നെ എപ്പോഴേലും കാണാമെന്നും പറഞ്ഞിട്ട്. എന്നാൽ അങ്ങേരെങ്ങാനും പോയാൽ തീർന്ന്. സോ അവനെ പിടിച്ചു നിർത്താനായിട്ട് ഒരൊന്നാന്തരം കിസ് അങ്ങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഇരിക്കുന്നു. അപ്പോഴാണ് നമ്മളുടെ മ്യൂസിക് വായിക്കുന്നവൻ ഇവള് പറഞ്ഞ സോങ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അടുത്ത ഐഡിയ. ഇവള് ലിപ്സ്റ്റിക് എടുക്കുന്നു. എന്നിട്ട് അങ്ങേർക്ക് കൊടുക്കാനുള്ള ടിപ്പിനകത്തൊരു മെസ്സേജ് എഴുതുന്നു. എന്നിട്ട് ഈ ടിപ്പ് മാറ്റിനോട് കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ മാറ്റ് കൊടുത്തു. പക്ഷേ ഈ നോട്ട് മടക്കിയിട്ടാണ് വൈലറ്റ് കൊടുത്തിട്ടുള്ളത്. അത് തുറന്നു പോലും നോക്കാണ്ട് പുള്ളിക്കാരൻ പൈസ വെക്കുന്ന ബൗളിലോട്ട് അങ്ങ് ഇടുന്നുണ്ട്. സോ അതും പാളി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിയാനോക്കാരൻ അവന്റെ ബൗളിലെ ക്യാഷ് എടുത്ത് ബാറിലോട്ട് പോകുന്നത്. 2 അടിക്കാനാണ് പോകുന്നത്. അപ്പോഴാണ് എന്തോ ഒരു ഭാഗ്യത്തിന് വൈലറ്റ് കൊടുത്ത ടിപ്പ് അവന്റെ ശ്രദ്ധയിൽ പെടുന്നത്. അവൻ അപ്പം തന്നെ ടെൻഷനാവുന്നു. ഫോൺ എടുക്കുന്നു, ആർക്കൊക്കെയോ വിളിക്കാൻ നോക്കുന്നു. അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് വൈലറ്റിനെ നോക്കുന്നുണ്ട് കേട്ടാ. പക്ഷെ പുള്ളിക്കാരനാണെങ്കിൽ തിരിച്ച് മ്യൂസിക് വായിക്കാൻ തന്നെ ഇരിക്കുന്നുണ്ട്, ഒന്നും സംഭവിക്കാത്തതുപോലെ. ഇത് കണ്ടേക്ക് വൈലറ്റിനാണെങ്കിൽ മൂഡ് പോയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഫുഡും കൊണ്ട് മാറ്റ് വരുന്നത്. എന്നാൽ അവൻ കൊടുന്നു വെച്ച പ്ലേറ്റിലുണ്ട് ഇവള് പിയാനോക്കാരന് കൊടുത്ത ടിപ്പ്. ഇത് കണ്ടേക്ക് വൈലറ്റ് അങ്ങ് ഞെട്ടിത്തരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു മെസ്സേജ്, നീ എല്ലാം കൊളാക്കിയെന്നും പറഞ്ഞിട്ട്. ഇത് കണ്ടേക്ക് അപ്പം തന്നെ സോറി എന്നും പറഞ്ഞ് കുറേ മെസ്സേജ് അയക്കുന്നുണ്ട്. നീ സോറി പറയണ്ട്, എന്നോടല്ല. ആ ഒരൊറ്റ മെസ്സേജ് കണ്ടേക്ക് ലെവൾക്ക് ഒരു കാര്യം മനസ്സിലായി. പിയാനോ വായിക്കുന്നവന് എന്തോ പറ്റാൻ പോകുന്നുണ്ട്. അങ്ങനെ അവൾ സംശയിച്ച പോലെ തന്നെ സംഭവിച്ചു. പുള്ളിക്കാരൻ അങ്ങ് മയങ്ങി വീഴുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് വൈലറ്റ് ആണെങ്കിൽ ആകെ കയ്യിന്ന് പോകുന്നുണ്ട്. അങ്ങനെ സാം അങ്ങേർക്ക് എന്താ പറ്റിയെന്നൊക്കെ നോക്കാൻ പോകുന്നു. ഈ സമയത്താണ് അടുത്ത മെസ്സേജ് വരുന്നത്. അങ്ങേർക്ക് മാത്രമല്ല പ്രശ്നം, നിന്റെ വീട്ടിലും പ്രശ്നമാണ്. പിന്നെ വൈലറ്റ് ഒന്നും നോക്കിയില്ല. വീട്ടിലെ സെക്യൂരിറ്റി ക്യാമറാസ് എടുത്തു നോക്കുന്നു. അതിനകത്ത് മറ്റേ മാസ്ക് വെച്ച കൊലയാളി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ പോയിട്ട് ജെന്നിന്റെ തലയ്ക്കങ്ങ് അടിക്കുന്നുണ്ട്. അവളുടെ ബോധം അപ്പം തന്നെ പോകുന്നു. എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വൈലറ്റിന്റെ മകൻ. പിന്നെ കൊലയാളി ഒന്നും നോക്കിയില്ല, അവനെ പിടിക്കുന്നു, റൂമിനകത്തിട്ട് പൂട്ടിയിടുന്നു. ഇതൊക്കെ കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടാകെ അന്തം വിട്ടിരിക്കുകയാണ് നമ്മളുടെ വൈലറ്റ്. ഇതേ സമയം മയങ്ങി വീണ പിയാനോക്കാരൻ അങ്ങ് എഴുന്നേൽക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്നും പറഞ്ഞാണ് എഴുന്നേൽക്കുന്നത്. എന്നാൽ അങ്ങേര് ലോബി താണ്ടുന്നില്ല. അങ്ങേര് മരിച്ചു. ഇവർ മേളിലിരുന്ന് നോക്കുമ്പോണ്ട് കുറേ ആംബുലൻസ് ഹോട്ടലിലോട്ട് വരുന്നു. ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് വൈലറ്റും സാമും. സോ വൈലറ്റിന് ഒരു കാര്യം മനസ്സിലായി, ഇനി എന്തേലും കണ്ണന്തിരിവ് കാണിച്ചാൽ
മകൻ്റെ ജീവൻ ഇല്ലാണ്ടാവൂന്ന്. അതുകൊണ്ട് തന്നെ അവൾക്ക് മുമ്പിൽ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, സാമിനെ കൊല്ലുക. അതിനു വേണ്ടിയിട്ടൊരു പ്ലാൻ അവൾ തയ്യാറാക്കുന്നുണ്ട്. സാം, ഇന്നത്തെ നൈറ്റ് ആകെ ചടപ്പായല്ലേ, നമുക്കിതങ്ങ് റീസെറ്റ് ചെയ്താലോ, കുറച്ച് ഷോട്ടൊക്കെ അടിച്ചിട്ട്. ഷോട്ട് അടിക്കാന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വർക്കിന് പോകാനുള്ളതാണ്. കുടിച്ചുകൊണ്ട് പോയാൽ ഫോട്ടോഗ്രാഫിയുടെ കാര്യങ്ങളൊക്കെ ആകെ കൊളാവും. ഇത് കേട്ടേക്ക് മൂഡ് പോകുന്നത് പോലെ പുള്ളിക്കാരത്തി അങ്ങ് അഭിനയിക്കുന്നുണ്ട് കേട്ടാ. ഇതൊക്കെ കണ്ട സാം ഓക്കെ പറയാണ്ടിരിക്കുമോ? അങ്ങനെ ഓക്കെ പറയുന്നു. ഇവൾ നേരെ ഷോട്ട് എടുക്കാൻ വേണ്ടി ബാറിലോട്ട് പോകുന്നു. എന്നാൽ അപ്പോഴാണ് അബദ്ധവശാൽ അവളുടെ പേഴ്സ് താഴെ പോകുന്നത്. സാം നോക്കുമ്പോണ്ട് പേഴ്സിനകത്ത് കാണാനില്ല എന്ന് പറഞ്ഞ വാച്ച്. അത് കണ്ടേക്ക് ലെവൻക്ക് മനസ്സിലായി ഇവൾ എന്തൊക്കെയോ മറച്ച് പിടിക്കുന്നുണ്ടെന്ന്. ഇതേ സമയം വൈലറ്റ് ബാറിലെത്തുന്നു, ഷോട്ടിന് ഓർഡർ കൊടുക്കുന്നു. കാറയാണേലോ ഷോട്ടൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഡേറ്റ് എങ്ങനെയുണ്ട്, ചില്ലല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തോന്ന് ചില്ല്. പക്ഷെ ഇവളാണെങ്കിൽ പേടിച്ചിട്ട് അധികം സംസാരിക്കുന്നില്ല കേട്ടാ. അപ്പം തന്നെ കാറൊക്കെ എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നു. അങ്ങനെ ആരും അറിയാണ്ട് പോയിസൺ ചേർക്കാനിരിക്കുകയാണ് വൈലറ്റ്. എന്നാൽ അപ്പോഴാണ് അടുത്ത മെസ്സേജ് വരുന്നത്. പോയിസൺ ചേർക്കുന്നത് അവളുടെ ടേബിളിൽ ഇരുന്നോണ്ടാവണം എന്നും പറഞ്ഞിട്ട്. ചുരുക്കി പറഞ്ഞാൽ പോയിസൺ ചേർക്കുന്ന അങ്ങേർക്ക് കാണണം. അങ്ങനെ വൈലറ്റ് മനഃപൂർവ്വം ഷോട്ടിൽ ചേർക്കാനുള്ള ചെറുനാരങ്ങ വേണ്ടാന്ന് പറഞ്ഞിട്ട് ടേബിളിലോട്ട് പോകുന്നു. ഈ ഷോട്ട് എന്ന് പറയുന്ന മറ്റേ ചെറിയ ഗ്ലാസ്സിലടിക്കുന്ന ടക്കീലിയൊക്കെ ഉണ്ടല്ലോ, അതാണ് കേട്ടോ സംഭവം. അങ്ങനെ ടേബിളിലെത്തി. അവിടെ വെച്ച് സാം ആണെങ്കിൽ കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ വാച്ചിന്റെ കാര്യത്തിൽ നുണ പറഞ്ഞത്? എനിക്കറിയാം നീ എന്തൊക്കെയോ മറച്ച് പിടിക്കുന്നുണ്ടെന്ന്. നീ എന്നോട് പറ, മറ്റേ ഡിജി ഡ്രോപ്പിന്റെ സംഭവമാണോ? എന്നാ അതാണെങ്കിൽ അത് എന്താച്ചാ പറ. ഇവളാണെങ്കിൽ ഇവൻ്റെ ഈ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടാകെ ടെൻഷൻ ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴാണ് ആ പാസ്റ്റിനെ കുറിച്ച് അവൾ പിന്നെ ആലോചിക്കുന്നത്. ഹസ്ബൻഡ് ഇവൾക്ക് ഗണ്ണും കൊടുത്ത് കൊല്ലേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവളെ കൊണ്ട് ഒരിക്കലും അതിന് സാധിക്കില്ല. സോ ഹസ്ബൻഡ് ആ ഗണ്ണ് പിടിച്ചു വാങ്ങുന്നു. എന്നിട്ട് സ്വന്തം മകൻ്റെ നേർക്ക് അങ്ങ് ചൂണ്ടുന്നു. നീ സ്നേഹിക്കുന്നതിനെല്ലാം ഞാൻ അങ്ങ് ഇല്ലാണ്ടാക്കും. അപ്പോഴാണ് പാസ്റ്റ് കട്ടായിട്ട് നേരെ പ്രസന്റിലോട്ട് വരുന്നത്. സാം, നീ എന്ത് കണ്ടിട്ടാ എനിക്ക് മെസ്സേജ് അയച്ച്? ഞാനൊരു വിധവയാണ്, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. എന്നിട്ടും എന്തിനാ മെസ്സേജ് അയച്ച്? ഈ വക ഡേറ്റിംഗ് ആപ്പുകളൊക്കെ എനിക്ക് വെറുപ്പാണ്. കാരണം അതിൽ ഓരോരുത്തരുടെയും പ്രൊഫൈല് അവർ സ്വയം മെനഞ്ഞെടുക്കുന്നതാ. താൻ അതാണെന്നും ഇതാണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കുറേ തള്ളു പ്രൊഫൈലുകൾ. ചുരുക്കി പറഞ്ഞാൽ അവരുടെ യഥാർത്ഥ മുഖം ആരും കാണരുതെന്ന രീതിയിലാണ് എല്ലാവരും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ അപ്പോഴാ തൻ്റെ പ്രൊഫൈൽ ഞാൻ കണ്ട്, അതും സത്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രൊഫൈല്. നീ നല്ല കൈൻഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്, അതേപോലെ നല്ലൊരമ്മ. സോ ഞാൻ നിന്നെ ചൂസ് ചെയ്തു. ഞാനൊരു നല്ല അമ്മയല്ല. എൻ്റെ മകൻ ജനിച്ചിട്ടും അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ ഞാൻ തുടർന്നു. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൺമുന്നിൽ വെച്ച് എൻ്റെ മകനെ കൊല്ലാൻ ശ്രമിച്ചിട്ടും ഞാൻ സ്റ്റക്കായിട്ടിരുന്നതേ ഉള്ളൂ. എനിക്കൊന്നും ചെയ്യാനായില്ല. തൻ്റെ ചെറിയ പ്രായത്തിൽ കാണാൻ പാടില്ലാത്തതൊക്കെ എൻ്റെ മകൻ കണ്ടിട്ടുണ്ട്. സോ ഞാൻ നല്ലൊരു അമ്മയല്ല. ഇത് കേട്ടേക്ക് സാം അവൻ്റെ കഥകളൊക്കെ പറഞ്ഞ് കുറേ മോട്ടിവേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ തിരിച്ച് ട്രാക്കിലോട്ട് തന്നെ വരുന്നു. എന്തായാലും വൈലറ്റിന് ഒരു കാര്യം മനസ്സിലായി, തൻ്റെ മുന്നിലിരിക്കുന്ന ആള് നല്ലൊരു മനുഷ്യനാണ്. സോ അങ്ങേരെ കൊല്ലോ ഇല്ലേ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. സാം, ഞാൻ ചെറുനാരങ്ങ എടുക്കാൻ മറന്നുപോയി, അതിനെന്താ ഞാൻ എടുക്കാലോ എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങ് പോകുന്നുണ്ട്. ആ ഒരു കറക്റ്റ് സമയം നോക്കി നമ്മളുടെ വൈലറ്റ് പോയിസൺ അങ്ങ് ചേർക്കുന്നുണ്ട് സാമിൻ്റെ ഷോട്ടിൽ. അപ്പോഴാണ് അടുത്ത മെസ്സേജ് വരുന്നത്, ഗുഡ് ഗേൾ എന്നും പറഞ്ഞിട്ട്. പക്ഷെ ആ ഒരു മെസ്സേജ് വരുന്ന സമയത്ത് കൂട്ടിയിടിച്ചവൻ്റെ കയ്യിൽ ഫോണുണ്ട്. ഇവൻ എപ്പോഴൊക്കെ ഫോൺ എടുക്കുന്നുണ്ടോ അപ്പോഴൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. സോ അവൻ തന്നെയാണ് ആള്. അങ്ങനെ ചെറുനാരങ്ങയും കൊണ്ട് സാം എത്തുകയെന്ന് മാത്രമല്ല ഷോട്ട് കുടിക്കാനായിട്ട് അങ്ങ് പോകുന്നുണ്ട്. വൈലറ്റിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുന്നുണ്ട്. അവൾ പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ ഉണ്ടായിരുന്ന വൈൻ ഗ്ലാസ് അങ്ങ് തട്ടിക്കളയുന്നു. ആ വൈനാണെങ്കിൽ മൊത്തം സാമിൻ്റെ മേലെ ആവുന്നുണ്ട്. അപ്പൊ തൽക്കാലത്തിന് ഷോട്ട് എടുക്കാണ്ട് സാം രക്ഷപ്പെട്ടു. അങ്ങനെ സാം വൈനൊക്കെ കഴുകാൻ പോകുന്നു. അപ്പോഴാണ് അടുത്ത മെസ്സേജ് വരുന്നത്, വല്ലാണ്ട് സ്മാർട്ട് ആവല്ലേ എന്നും പറഞ്ഞിട്ട്. സോ അവള് പിന്നെ ഒന്നും നോക്കിയില്ല. ഫോണും തോണ്ടിയിരിക്കുന്ന കൂട്ടിയിടിച്ചവനുണ്ടല്ലോ അവൻ്റെ നേർക്ക് അങ്ങ് പോവാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോഴാണ് അവൻ പറഞ്ഞതുപോലെ അവൻ്റെ സിസ്റ്റർ അങ്ങോട്ട് വരുന്നത്. സോ അങ്ങേര് പറയുന്നതൊക്കെ സത്യമാണ്. തൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയെന്നാണ് അങ്ങേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് നമ്മളുടെ കാറ വൈലറ്റിനെ കാണാൻ വരുന്നത്. വൈലറ്റ്, തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഇനി നിന്റെ കൂടെ വന്നിട്ടുള്ള സാമാണോ പ്രശ്നം? ഏയ്, അവൻ നല്ലൊരു മനുഷ്യനാ. പ്രശ്നം വേറെയാ. തനിക്ക് ആ ഫോണും പിടിച്ചിരിക്കുന്നവനെ അറിയോ? അവനെ അറിയില്ല, പക്ഷെ അവൻ്റെ കൂടെയുള്ള സ്ത്രീനെ അറിയാം. പുള്ളിക്കാരത്തെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതാ. പക്ഷേ ഇന്നവർ ആ ടേബിളല്ല റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദേ ആ കാണുന്ന ടേബിളാ. ആ ടേബിളിൻ്റെ മേളിലിരിക്കുന്നത് റിച്ചാർഡാ. ആഹാ, അത് നമ്മളുടെ റിച്ചാർഡാണല്ലോ. എൻ്റെ പൊന്നു വൈലറ്റ്, 11 ഡേറ്റ് അവനെ ഇട്ടിട്ട് പോയതിന് ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. കാരണം ഇവിടെ വന്നപ്പോൾ മുതൽ 11 2 കണ്ണുകളും നിന്റെ മേത്താ. അപ്പോഴാണ് വൈലറ്റിന് മനസ്സിലാവുന്നത്, തന്നെ ഇത്രയും നേരം വാച്ച് ചെയ്ത് മെസ്സേജ് അയച്ച് ഭ്രാന്ത് പിടിപ്പിക്കുന്ന മറ്റവൻ റിച്ചാർഡാണ്. അല്ലാണ്ട് ഒരിക്കലും ഇവളെ വാച്ച് ചെയ്യേണ്ട കാര്യം അങ്ങേർക്കില്ല.
അങ്ങനെ 2 ഷോട്ട് കൊടുത്ത് നേരെ റിച്ചാർഡിനെ കാണാനായിട്ട് അങ്ങ് പോകുന്നുണ്ട് നമ്മളുടെ വൈലറ്റ്. റിച്ചാർഡ്, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഷോർട്സ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഡേറ്റൊക്കെ പൊട്ടിയാകെ ഭ്രാന്തിലല്ലേ ഇരിക്കുന്നത്. സോ 2 അടിച്ചാലോ? എനിക്കിപ്പോൾ വേണ്ട വൈലറ്റെ. നിന്നോടെപ്പോഴാടാ എൻ്റെ പേര് ഞാൻ പറഞ്ഞത്? സോ ഞാൻ ആരാണെന്നും എന്താണെന്നും അറിഞ്ഞിട്ടാണ് നീ ഇവിടെ ഇരിക്കുന്നത്. ഇത് കേട്ടേക്ക് റിച്ചാർഡിൻ്റെ മട്ടും ഭാവമൊക്കെ അങ്ങ് മാറുന്നുണ്ട്. നീ ഇരിക്കടി. എന്നിട്ട് അതിൽ നിന്നൊരു ഷോട്ട് കുടിക്കി. അവൾ അപ്പം തന്നെ പോയ്സൺ ചേർക്കാത്ത ഷോട്ട് എടുത്ത് കുടിക്കുന്നുണ്ട്. റിച്ചാർഡ്, നീ ആരായാലും ശരി, അവൻ്റെ ക്യാമറയിലുള്ള ഫോട്ടോസിൻ്റെ കോപ്പീസ് അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പോഴാണ് റിച്ചാർഡ് ആരാണെന്നും എന്താണെന്നൊക്കെ പറയുന്നത്. മേയറിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആൾ തന്നെയാണ് റിച്ചാർഡ്. ഈ മേയർ ചെയ്തിട്ടുള്ള ഒരു തെറ്റിന്റെ തെളിവ് നമ്മളുടെ സാമിന്റെ കയ്യിലുണ്ട്. അതാണ് ആ ഫോട്ടോസ്. നാളെ രാവിലെ തന്നെ FBI-യുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സാം. അതും ആ തെളിവുകൾ കൈമാറാനായിട്ട്. സോ അതില്ലാണ്ടാക്കുക, സാമിനെ കൊന്നുകളയുക. ഇതാണ് ഇങ്ങേരുടെ പ്ലാൻ. ചുരുക്കി പറഞ്ഞ ഇതെല്ലാം ചെയ്യുന്ന മേയറിന് വേണ്ടിയിട്ടാ. ഇനി എന്തിനാണ് വൈലറ്റിനെ കൊല്ലാനായിട്ട് ചൂസ് ചെയ്തെന്ന് അറിയണ്ടേ? വൈലറ്റിന്റെ ഹസ്ബൻഡ് മരിച്ചു. അതും അന്നത്തെ ആ ഒരു അബ്യൂസിനിടയിൽ സൈക്കോത്തരം തലയ്ക്ക് പിടിച്ചിട്ട് സൂയിസൈഡ് ചെയ്തു. പക്ഷെ പുറലോകം പറയുന്നത് അത് ചെയ്ത് വൈലറ്റാന്നാ. എന്നാൽ കോടതിക്കോ പോലീസിനോ അത് തെളിയിക്കാനായിട്ടില്ല. വിധവയായ സ്ത്രീ അവളുടെ അസാസിനേഷൻ തുടരുന്നു എന്നൊരു വാർത്ത വന്ന മേയറിന്റെ തലേക്ക് കേസ് പോവൂലല്ലോ. അത് മാത്രമല്ല, നമ്മളുടെ പിയാനോക്കാരനെ എങ്ങനെയാണ് കൊന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടാ. ലെവൻ നൈസായിട്ട് ബാറിന്റെ അടുത്ത് പോകുന്നു. എന്നിട്ട് അങ്ങേര് പോലീസിനെ വിളിക്കാൻ നിൽക്കുമ്പോൾ റിച്ചാർഡ് അവൻക്കൊരു മെസ്സേജ് അയക്കുന്നു. എങ്ങാനും പോലീസിനെ വിളിച്ച വൈലറ്റിന്റെ മകൻ കൊല്ലപ്പെടുമെന്നും പറഞ്ഞിട്ട്. ഇതൊക്കെ കണ്ട് ടെൻഷനായ പിയാനോക്കാരൻ ആ ടിപ്പ് ഉണ്ടല്ലോ അത് അവിടെ തന്നെ വെക്കുന്നു. എന്നിട്ട് ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുന്നുണ്ട്. എന്നാൽ ആരും അറിയാണ്ട് ആ ഡ്രിങ്ക്സിനകത്ത് പോയ്സൺ കലർത്തിയിട്ടുണ്ടായിരുന്നു നമ്മളുടെ റിച്ചാർഡ്. സോ എങ്ങനെയാണ് ടിപ്പ് അവളുടെ പ്ലേറ്റിൽ വന്നതെന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? പിന്നെ പോരാത്തിന് എന്തിനാണ് ഈ ഒരു ടേബിൾ എന്നെ റിച്ചാർഡ് ചൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ ഇരുന്ന വൈലറ്റിനെ നന്നായിട്ട് കാണാൻ പറ്റും. 2, ക്യാമറ ഇല്ലാത്തൊരു സ്പോട്ടാണ് ഇത്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങേർക്കുള്ള ഫുഡ് വരുന്നത്. വൈലറ്റ്, നിന്റെ മകനെ ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ ആ പോയ്സൺ കലർത്തിയ ഷോട്ട് സാമിനെ കൊണ്ട് കുടിപ്പിക്കുക. ഇത് പറഞ്ഞ് നാക്കെടുത്തില്ല. അപ്പോഴേക്കും അതങ്ങോട്ട് സാം വരുന്നു. പിന്നെ പറയണ്ടല്ലോ, വൈലറ്റ് നിർബന്ധിച്ച ആ ഷോട്ട് അങ്ങ് കൊടുക്കുന്നു. സാം അങ്ങ് കുടിക്കുന്നു. സാം, ഞാൻ ഇപ്പോൾ വരാം, നീ ടേബിളിലോട്ട് ചെല്ല്. ഇത് കേട്ടേക്ക് സാം ആണെങ്കിൽ നേരെ ടേബിളിലോട്ട് പോകുന്നു. മതിയായില്ലേ നിനക്ക്? ഇനിയെങ്കിലും എൻ്റെ മകനെ ഒന്ന് വെറുതെ വിട്ടൂടെ? അങ്ങനെ റിച്ചാർഡ് പറഞ്ഞ വാക്ക് പാലിച്ചു. വൈലറ്റിന്റെ വീട്ടിലെ മാസ്ക് ഇട്ട കൊലയാളിക്ക് വിളിക്കുന്നു, വെറുതെ വിടാൻ പറയുന്നു. അങ്ങനെ എല്ലാം അവസാനിച്ചു. ഇനി എന്താ? ഇനി എനിക്ക് കൊടുന്ന ഈ ഫുഡ് നല്ല ആസ്വദിച്ച് കഴിക്കണം എന്നും പറഞ്ഞ ഫുഡ് അങ്ങ് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴാണ് ആ മാരക സത്യം വൈലറ്റ് അങ്ങ് പറയാൻ തുടങ്ങുന്നത്. ഞാനേ ഈ ഷോട്ടിനകത്ത് വിഷം കലർത്തിയിട്ടില്ല, കലർത്തുന്നത് പോലെ അഭിനയിച്ചിട്ടേ ഉള്ളൂ. ആ പോയ്സൺ നീ കഴിക്കുന്ന ഫുഡിലാ. സംഭവം വേറൊന്നുമില്ല. സാം ഷോട്ട് കുടിക്കുന്ന സമയത്ത് റിച്ചാർഡ് അറിയാണ്ട് അവന്റെ ഫുഡിൽ പോയ്സൺ കലർത്തിയിട്ടുണ്ട് നമ്മളുടെ വൈലറ്റ്. ഇതൊക്കെ കേട്ടാ അങ്ങേര് പിന്നെ വെറുതെ ഇരിക്കോ? ഗണ്ണെടുക്കുന്നു, കൊല്ലാൻ നോക്കുന്നു. ഇത് കണ്ടേക്ക് വൈലറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തോക്കിന്റെ ഫ്രണ്ടിലോട്ടങ്ങ് ചാടുന്നുണ്ട് നമ്മളുടെ സാം. അങ്ങനെ സാമിന് വെടിയേറ്റു. അതുമാത്രമല്ല, റിച്ചാർഡ് ചാവാനായിട്ടുണ്ട്. പക്ഷെ അങ്ങേരപ്പം തന്നെ വീട്ടിലെ കൊലയാളിക്ക് വിളിക്കുന്നു, മകനെ കൊല്ലാൻ പറയുന്നു. എന്നിട്ട് വൈലറ്റിനെ ഇല്ലാണ്ടാക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ട് കാറ വന്നിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നത്. പക്ഷെ ഇങ്ങേരുണ്ടാ വെറുതെ വിടുക. അവളുടെ മുതുകിലായിട്ടൊരു പണി അങ്ങ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഒരു ബുള്ളറ്റ് അവിടുത്തെ ഗ്ലാസിന്റെ മേളിൽ കൊള്ളുന്നത്. ഇത് കണ്ടേക്ക് വൈലറ്റ് സാം സമ്മാനമായിട്ട് കൊടുത്ത മറ്റേ ഹോക്കിയുടെ സാധനം ഉണ്ടല്ലോ, അതും വെച്ച് ചില്ലിന്റെ മേളിലോട്ട് ഒരൊറ്റ ഏറ്. ഈ സാധനത്തിനാണെങ്കിൽ കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടാ. പിന്നെ പറയണ്ടല്ലോ, ആ ഗ്ലാസ് അങ്ങ് പൊട്ടുന്നു. പുറത്തുള്ള കാറ്റുകൊണ്ട് റിച്ചാർഡ് അങ്ങ് തെറിച്ച് താഴെ പോകുന്നുണ്ട്. അതോടൊപ്പം നമ്മളുടെ വൈലറ്റും. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവൾ പിടിച്ചു വെക്കുന്നു. പക്ഷെ അതും വിടുമ്പോഴാണ് നമ്മളുടെ സാം അവളെ അങ്ങ് പിടിച്ചു കയറ്റുന്നത്. അങ്ങനെ വൈലറ്റ് സേഫായി. പക്ഷേ ഈ വീട്ടിലുണ്ട് ഒരു കൊലയാളി. തന്റെ മകന്റെയും സിസ്റ്ററിന്റെയും ജീവൻ അപകടത്തിലാ. പിന്നെ അവളൊന്നും നോക്കിയില്ല. സാമിന്റെ കാർ എടുക്കുന്നു, 100-110 നേരെ വീട്ടിലോട്ട് പോകുന്നു. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് വീട്ടിലെ സെക്യൂരിറ്റി ക്യാമറാസ് വൈലറ്റ് നോക്കുന്നത്. സോ കൊലയാളി എങ്ങോട്ടിറങ്ങിയാലും അവൾക്കത് കാണാൻ പറ്റും. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? ഇനി എന്തേലും ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്ററായ ജെന്നിന് ബോധം വരണം. അങ്ങനെ വൈലറ്റ് തൻ്റെ സിസ്റ്ററിന് കുറേ ഫോൺ ചെയ്യുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് അവൾക്ക് ബോധം വരുന്നുണ്ട്. ശേഷം ഫോൺ എടുക്കുന്നു. ക്യാമറ വഴി എവിടെയാണ് കൊലയാളി ഉള്ളതെന്നുള്ളത് കറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് നെഞ്ചത്ത് ഓട്ട വീഴാണ്ട് രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് മകൻ അങ്ങോട്ട് വരുന്നത്. ഇത് കണ്ടേക്ക് കൊലയാളിയാണെങ്കിൽ അവനെ കൊല്ലാൻ പോവാൻ. പിന്നെ ജെന്ന ഒന്നും നോക്കിയില്ല. അങ്ങേർക്കിട്ടൊരു പണിയും കൊടുത്ത് മകനെയും കൊണ്ട് രക്ഷപ്പെടാൻ നോക്കുന്നു. ബട്ട് നോ രക്ഷ. ജെന്നിനെ പിടിച്ചങ്ങ് പഞ്ഞിക്കിടുന്നുണ്ട് കൊലയാളി. അങ്ങനെ ജെന്നും മകനും കൂടെ എങ്ങനെയൊക്കെയോ അങ്ങേരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് റൂമിൽ കയറുന്നുണ്ട്. പക്ഷെ ആ കൊലയാളി അങ്ങോട്ട് എത്തുന്നു, ജെന്നിനെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. പക്ഷേ ഈ മകൻ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ട് വൈലറ്റ് എത്തുന്നത്. സോ കൊലയാളി അവളുടെ നേർക്ക് പോകുന്നു. വൈലറ്റ് ആണെങ്കിൽ ഒരു കത്തി എടുക്കുന്നു, അവൻ്റെ ഷോൾഡറിൽ അങ്ങ് കയറ്റുന്നു. അതോടുകൂടി അങ്ങേരുടെ ഗണ്ണ് പോയി.
പക്ഷെ എന്നിട്ടും യാതൊരു കാര്യമില്ല. ലെവൻ വൈലറ്റിനെ കൊല്ലാൻ വേണ്ടി നിൽക്കുക. അപ്പോഴാണ് മകൻ്റെ സ്ഥിരം പരിപാടി. റിമോട്ടുകാരനകത്ത് കൊലയാളിക്ക് നഷ്ടപ്പെട്ട ഗണ്ണ് വെക്കുന്നു, വൈലറ്റിനെ അങ്ങ് എത്തിച്ചു കൊടുക്കുന്നു. ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കൊലയാളി ഹുദാ ഹവ. അങ്ങനെ എല്ലാം അവസാനിച്ചു. നമ്മളുടെ വൈലറ്റ്, മകൻ, സാം, സിസ്റ്റർ, കാറ ഇവരെല്ലാവരും സേഫാ. അത് മാത്രമല്ല, മേയറിന്റെ നല്ല ഗുണം കാരണം അങ്ങേര് അറസ്റ്റിലായി. ഈ ഒരു പോയിന്റ് വെച്ചാണ് നമ്മളുടെ സിനിമ അങ്ങ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.